الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين من جاء بالحسنة فله خير منها ومن جاء بالسيئة فلا يجزى الذين عملوا السيئات إلا ما كانوا يعملون സത്യ വിശ്വാസികളെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഒക്കെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ദുആ ചെയ്യാൻ പ്രത്യേകമായി പറഞ്ഞേൽപ്പിച്ച പല സഹോദരികളുമുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും ധാരാളമായി വർഷിക്കുമാറാവട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഒരു സഹോദരി നമ്മിൽ നിന്ന് മരണപ്പെട്ടു, യാത്രയായി. റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബർസഖി ജീവിതവും പാരത്രിക ജീവിതവും എല്ലാം സന്തോഷപൂർണ്ണമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മയും അവരെയും എല്ലാം അല്ലാഹു തആല ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. ആമീൻ. സൂറത്തുൽ ഖസസിലെ 83-84 ആയത്തുകളാണ് ഓതി വെച്ചത്. സൂറത്തുൽ ഖസസ് മൊത്തത്തിൽ മൂസാ നബിയുടെയും ഫിർഔനിന്റെയും ചരിത്രമാണ് വിവരിക്കുന്നത്. 88 ആയത്തുകളാണ് മൊത്തം ആ സൂറത്തിലുള്ളത്. അതിൽ മൂന്നാമത്തെ ആയത്ത് മുതൽ 82 വരെയുള്ള 80 ആയത്തുകൾ
ഫിർഔനുമായി ബന്ധപ്പെട്ട മൂസാ നബിയുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളാണ് ഈ അധ്യായത്തിൽ അല്ലാഹു തആല വിവരിച്ചത്. അതിൽ തന്നെ പ്രധാനമായും ഫിർഔനിന്റെ ധിക്കാരവും ആ ധിക്കാരത്തിന്റെ വ്യത്യസ്തമായ രൂപഭാവങ്ങളും ഒക്കെ അല്ലാഹു തആല പ്രതിപാദിക്കുന്നുണ്ട്. സമാനമായി കൂട്ടത്തിൽ ഖാറൂനെയും അല്ലാഹു തആല പരാമർശിക്കുന്നു. മൂസാ നബിയുടെ ഖൗമിലുണ്ടായിരുന്ന ധിക്കാരിയായ മറ്റൊരുത്തനാണല്ലോ ഖാറൂൻ എന്നത്. ആ ഖാറൂനിന്റെയും അഹങ്കാരമാണ് അല്ലാഹു തആല പരാമർശിച്ചത്. അവസാനം ഖാറൂനെയും ഫിർഔനെയും എല്ലാം നശിപ്പിച്ച ചരിത്രം പറഞ്ഞ ശേഷം അല്ലാഹു തആല പറഞ്ഞ രണ്ടായത്തുകളാണ് ഞാനിവിടെ ഓതി വെച്ചത്. തിൽക ദാറുൽ ആഖിറ, ആ പാരത്രികമായ ഭവനം എന്നത് നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവ്വൻ ഫിൽ അർളി വലാ ഫസാദ, ഭൂമിയിൽ ഔന്നിത്യം ആഗ്രഹിക്കാത്ത, കുഴപ്പങ്ങൾ ആഗ്രഹിക്കാത്ത ആളുകൾക്കാണ് പാരത്രികമായ ഭവനമുള്ളത്. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കാണ് അന്തിമ പര്യവസാനവും ഉള്ളത് എന്നാണ് 83-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഔന്നിത്യം കാണിക്കുക, വലിപ്പത്തരം കാണിക്കുക എന്നത് ഒരു വലിയ ദുസ്വഭാവമായി തന്നെയാണ് പ്രമാണങ്ങൾ നമ്മെ പരിചയപ്പെടുത്തിയത്. കഴിഞ്ഞ ആഴ്ച ഖുതുബയിൽ നാം സൂചിപ്പിച്ചു റിയാ, ലോകമാന്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ ഗൗരവമായി പരിചയപ്പെടുത്തിയ ഒന്നാണ് ഇജാബുൽ മർഇ ബിനഫ്സി, ഓരോരുത്തർക്കും തന്നെ കുറിച്ച് ഒരു റുജുബുണ്ടാവുക, തൻപോരിമയുണ്ടാവുക, ഞാൻ തരക്കേടില്ല, ഞാനാണ് എല്ലാം എന്ന ഒരു തോന്നൽ. അതാണ് ഉലുവ് ആഗ്രഹിക്കുക എന്ന് പറയുന്നത്. ഔന്നിത്യം ആഗ്രഹിക്കുക, എല്ലാ രംഗത്തും ഞാനാവണം, ഞാനറിയണം, എന്റെ കയ്യിലൂടെയാണ്, എന്നോട് ചോദിച്ചിട്ട് വേണം, എനിക്കാണ് അഭിപ്രായമുള്ളത്, എനിക്കാണ് കാഴ്ചപ്പാടുള്ളത്, ഞാനാണ് എല്ലാവരെക്കാളും മേലെയുള്ളത്, എനിക്കാണ് അറിവുള്ളത്, കഴിവുള്ളത്, സ്വാധീനമുള്ളത് തുടങ്ങി ഞാൻ 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 എന്ന ആ ഒരു ചിന്ത, അത് വലിയ അപകടമായി തന്നെയാണ് പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഇവിടെ സ്വർഗത്തിന്റെ അവകാശികളായി പറഞ്ഞപ്പോൾ പ്രയോഗിച്ച പ്രയോഗമതാണ് തിൽക ദാറുൽ ആഖിറ നജ്അലുഹാ ലില്ലദീന ലാ യുരീദുന ഉലുവ്വൻ ഫിൽ അർള്, ഭൂമിയിൽ ഔന്നിത്യം ആഗ്രഹിക്കാത്തവർക്കാണ് പാരത്രികമായ ഭവനം, സ്വർഗലോകം നാം നിശ്ചയിക്കുക എന്നാണ് ആയത്തിന്റെ ആശയം. ഫിർഔനും ഖാറൂനുമുള്ള രണ്ട് വലിയ ദുസ്വഭാവങ്ങൾ ഈ ഔന്നിത്യമായിരുന്നു, അഹങ്കാരത്തിന്റെ മറ്റൊരു ഭാഗമായിരുന്നു. എല്ലാം ഞാനാണ് എന്ന ആ നാട്യമാണ് മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന സത്യത്തെ തള്ളിക്കളയാൻ ഫിർഔനിന് പ്രചോദനമായി മാറിയത്. മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സത്യമാണ് എന്ന് അറിയാഞ്ഞിട്ടല്ല ഫിർഔൻ, നേരെ മറിച്ച് അവൻ വാദിച്ചത് അന റബ്ബുക്കുമുൽ അഅ്ല, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്നാണ് വാദിച്ചത്. ഈ ഈജിപ്തിലെ അരുവികൾ പോലും എന്റെ കീഴിലാണ് ഒഴുകുന്നത് എന്ന് പോലും അവൻ വാദിച്ചു. അല്ല എന്ന് അവനറിയാമല്ലോ. കേവലം അവകാശവാദം എന്നതിനപ്പുറത്ത് അതിന് യാഥാർത്ഥ്യമില്ല എന്ന് ഫിർഔന് അറിയാം. എന്നാലും അവകാശവാദമാണ്, ഞാനാണ് ഏറ്റവും വലിയ അധികാരമുള്ളവൻ, ഞാൻ പറഞ്ഞതേ നടക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ഈ രാജ്യത്തെ അരുവികൾ പോലും നദികൾ പോലും എന്റെ കീഴിലാണ്, എന്റെ കൽപ്പനക്കനുസരിച്ചാണ് ഈ അരുവികൾ പോലും സഞ്ചരിക്കുന്നത്, ഒഴുകുന്നത് എന്ന് പോലും അഹങ്കാരം നടിച്ചവനാണ് ഫിർഔൻ. ഖാറൂനും സമാനമായി അല്ലാഹു തആല എടുത്തു പറഞ്ഞു, ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ ഫബഗാ അലൈഹിം എന്നാണ്. ഖാറൂൻ മൂസാ നബിയുടെ സമുദായത്തിൽപ്പെട്ടവനായിരുന്നു. ഫബഗാ അലൈഹിം,
അവൻ അതിക്രമം കാണിച്ചു. വആതൈനാഹു മിൻ കുനൂസി മാ ഇന്ന മഫാതിഹു ലതനൂ ബിൽ ഉസ്ബതി വൽ ഖുവ്വ. അവൻ വലിയ സമ്പാദ്യങ്ങൾ നാം നൽകി. അവന്റെ ഖജനാവിന്റെ താക്കോലുകൾ തന്നെ ഒരു വലിയ സംഘത്തിന്, ഒട്ടക സംഘത്തിന് വഹിക്കാൻ മാത്രം ഉണ്ടായിരുന്നുവെന്നാണ്. താക്കോൽ കൂട്ടങ്ങൾ, തന്റെ ഖജനാവിന്റെ താക്കോലുകൾ അതെല്ലാം വഹിക്കണമെങ്കിൽ, ആ താക്കോല് വഹിക്കണമെങ്കിൽ ഒരു വലിയ ഒട്ടക സംഘം ആവശ്യമായിരുന്നു. അത്ര വലിയ സമ്പാദ്യം ഞാൻ അവിടെ നൽകി. പക്ഷേ അതിലവൻ അഹങ്കരിക്കുകയാണ് ചെയ്തത്. അവന്റെ നാട്യം അല്ലാഹു പറഞ്ഞു, ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി. ഇതെല്ലാം ലഭിച്ചത് എന്റെ അറിവ് കൊണ്ടാണ് എന്നാണ്, എന്റെ വിദ്യാഭ്യാസം കൊണ്ടാണ്, എന്റെ അറിവ് കൊണ്ടാണ്, എന്റെ യോഗ്യത കൊണ്ടാണ് എനിക്കിതെല്ലാം ലഭിച്ചിരിക്കുന്നത് എന്ന് അവൻ അഹങ്കാരമായി പറഞ്ഞു. എന്ന് മാത്രമല്ല, ഫഖറജ അലാ ഖൗമിഹി ഫീ സീനതിഹി. അതനുസൃതമായ എല്ലാ ആഡംബരങ്ങളും ഉടുത്തൊരുങ്ങി അണിഞ്ഞൊരുങ്ങി ആളുകൾക്ക് മുമ്പാകെ അവനെങ്ങനെ ഇറങ്ങിപ്പുറപ്പെടുമായിരുന്നു. ഞാനാണ് എല്ലാമെന്ന് കാണിക്കാൻ, ഞാൻ വലിയ സമ്പാദ്യമുള്ളവനാണ്, ഞാൻ വലിയ ധനാഢ്യനാണ്, എനിക്ക് വലിയ യോഗ്യതയുള്ളവനാണ് എന്ന് കാണിക്കാവുന്ന വിധമുള്ള വേഷവിധാനങ്ങളുമായി അവൻ ജനങ്ങളിലേക്ക് ഇറങ്ങുമായിരുന്നു. അന്ന് അത് കാണുന്ന ആളുകൾ പറയുന്ന പറച്ചില് പോലും അല്ലാഹു തആല ഖുർആനിൽ എടുത്തു പറഞ്ഞു, യാ ലൈതനാ മിസ്ലമാ ഊതിയ ഖാറൂൻ ഇന്നഹു ലദു ഹദ്ദിൻ അളീം. ഈ ഖാറൂനൊക്കെ ലഭിച്ച പോലെ നമുക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ എന്നൊക്കെ ആളുകൾ ഒരു താല്പര്യം പറയുമായിരുന്നു. അവർ വല്ലാത്ത ഭാഗ്യം തന്നെയാണ്. ഇന്നഹു ലദു ഹദ്ദിൻ അളീം. അവൻ വലിയ ഭാഗ്യവാനാണ്, എത്ര സമ്പത്താണ് അയാൾക്ക്, എത്ര സൗകര്യമാണ് അയാൾക്ക് എന്ന് ആളുകൾ പറയുമായിരുന്നു. ആ നിലക്ക് അഹങ്കാരിയായി അവൻ മാറി. അവസാനം അവനെയും അവന്റെ വീടടക്കം നാം ഭൂമിയിലേക്ക് താഴ്ത്തിക്കളഞ്ഞുവെന്നാണ് അല്ലാഹു തആല അവസാനമായി സൂചിപ്പിച്ചത്. ഈ കഥകളൊക്കെ പറഞ്ഞിട്ടാണ് അല്ലാഹു പറഞ്ഞത്, തിൽക്കദ്ദാറുൽ ആഖിറ നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ. ഈ പാരത്രികമായ ഭവനം നാം നൽകുന്നത് ഈ ഔന്നിത്യം ആഗ്രഹിക്കാത്തവർക്കാണ്. മറ്റു ഭാഷയിൽ പറഞ്ഞാൽ വിനയമുള്ളവർ, ലാളിത്യമുള്ളവർ, എളിമയും താഴ്മയുമുള്ളവർ, അവർക്കാണ് സ്വർഗമുള്ളത്. അമ്പിയാക്കളുടെ ലക്ഷണമായി പറഞ്ഞതാണ് തവാദു. നബിതങ്ങൾ പ്രത്യേകമായി നബിയുടെ സ്വഭാവമായി സ്വഹാബി എടുത്തു പറഞ്ഞ കാര്യമാണ് തവാദു, വിനയമായത്. പ്രവാചകർക്ക് ആരെയും സ്വീകരിക്കും, ആരുമായും ഇടപഴകും. കിട നോക്കിയിട്ട് ഞാനുമായി ബന്ധപ്പെടാൻ മാത്രമൊക്കെ അയാൾ ഉണ്ടോ നോക്കിയിട്ടല്ല ഒരു വിശ്വാസി മറ്റുള്ളവരുമായി ബന്ധപ്പെടുക. ഇത്തരം ഔന്നിത്യബോധമുണ്ടാകുമ്പോൾ, അഹങ്കാരമുണ്ടാകുമ്പോൾ, അഹംഭാവം ഉണ്ടാകുമ്പോൾ അതിൽ ചില ലക്ഷണങ്ങൾ പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞു കാണാൻ കഴിയും. ഒന്ന്, അദമുൽ ഇഹ്തിമാമിൽ ആഖിരീൻ, മറ്റുള്ളവരെ പരിഗണിക്കാതിരിക്കുക. അത് ഈ ഇജാബിന്റെ ഒരു ലക്ഷണമാണ്. എല്ലാരും പരിഗണിക്കൂല. ഞാനുമായി ബന്ധം സ്ഥാപിക്കാൻ പറ്റോട് മാത്രമേ എനിക്ക് ബന്ധമുള്ളൂ. അവരൊക്കെ ആരാ ഞാനുമായി ബന്ധപ്പെടാൻ? അവരൊക്കെ ആരാ എനിക്ക് സലാം പറയാൻ? അവരൊക്കെ ആരാ ഞാൻ അവർക്ക് കൈകൊടുക്കാൻ? എന്നൊക്കെയുള്ള നാട്യമുണ്ട് എങ്കിൽ ഈ ദുസ്വഭാവത്തിന്റെ ലക്ഷണമാണ്. കടവത്തവരോട് മാത്രം ബന്ധം സ്ഥാപിക്കുക അല്ല, അവന്റെ ഏതു രംഗത്തും അത്തരക്കാരെ മാത്രം വിളിക്കുക. അവന്റെ ബന്ധങ്ങളൊക്കെ അത്തരക്കാരോട് മാത്രം, അവന്റെ കൂട്ടുകൂടലൊക്കെ അത്തരം ആളോട് മാത്രം. അയൽപ്പക്കത്തുണ്ട് പ്രയാസപ്പെടുന്നവർ, അവൻ കാണുന്നില്ല. കുടുംബത്തിലുണ്ട് കുഴങ്ങിയവർ, അവൻ കാണുന്നില്ല. കൂടെ പഠിച്ചവരുണ്ട്, ഇത്രയും എത്താത്ത ആളുകൾ, അവർ നമ്മുടെ ആ ഒരു ലിസ്റ്റിൽ അവരാരുമില്ല. നിബിധങ്ങൾ വിവാഹ സദ്യയെ കുറിച്ച് പോലും പറയുമ്പോ നിബിധങ്ങൾ പറഞ്ഞ വിവാഹ സദ്യയാണ് ഏറ്റവും മോശപ്പെട്ട സദ്യ. എങ്ങനെയാണെങ്കിൽ അതിലേക്ക് ധനികന്മാർ മാത്രം ക്ഷണിക്കപ്പെടുകയും ദരിദ്രന്മാർ അവഗണിക്കപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ ആ സദ്യയേക്കാൾ മോശപ്പെട്ട മറ്റൊരു സദ്യ ഇല്ല എന്നാണ്. വിവാഹ സദ്യക്ക് മഹത്വമുണ്ട്, പക്ഷെ ആ വിവാഹ സദ്യക്ക് ധനികരെ മാത്രം വിളിക്കുന്നു, തന്റെ നിലവാരമെത്തവരെ മാത്രം വിളിക്കുന്നു, അല്ലാത്തവരും അവഗണിക്കപ്പെടുന്നു എങ്കിൽ വലീമത്തിന്റെ ഭക്ഷണമാണ് ഏറ്റവും ശർറായ ഭക്ഷണം ഈ നിലക്കാണെങ്കിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്തു പറയുകയാണ്. മറ്റു ലക്ഷണമാണ് താൻ തന്നെ തന്നെ പുകഴ്ത്തുക.
നമ്മുടെ മേന്മകൾ എടുത്തു പറയുക, നമ്മുടെ കഴിവുകളെ നമുക്ക് തന്നെ വലിയ സംഭവമായി തോന്നുക. അതാ ഖാറൂനുണ്ടായത്. ഈ സമ്പത്തെല്ലാം ഉണ്ടായപ്പോ അവൻ പറഞ്ഞ വാക്കുകളാണ്, ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ മിൻ ഇൻദി, എന്റെ അറിവ് കൊണ്ടാണ്, എന്റെ യോഗ്യത കൊണ്ടാണ് ഇതെല്ലാം എനിക്കുണ്ടായത് എന്നാണ്. അല്ല, പടച്ച റബ്ബിന്റെ ഔദാര്യമാണ്. ഒരു യോഗ്യതയുമില്ലാത്തവർക്ക് അല്ലാഹു തആല വാരിക്കോരി കൊടുക്കുന്നവരുണ്ട്. എല്ലാ യോഗ്യതയും ഉണ്ടായിട്ടും എങ്ങോട്ടും എത്താത്തവരുണ്ട്. പടച്ച റബ്ബിന്റെ ഔദാര്യമാണ് അത് മുഴുവനും. അതിനു പകരം ഞാനെന്ന് പഠിച്ചത് കൊണ്ടാണ്, ഞാൻ വലിയ ബുദ്ധിശാലിയായതുകൊണ്ടാണ്, ബിസിനസിന്റെ എല്ലാ ട്രിക്കും അറിയാവുന്നത് കൊണ്ടാണ് ഞാനൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത്. മറ്റു പലരും പൂട്ടിപ്പോയപ്പോ, മറ്റു പലരും ബിസിനസ് പൊളിഞ്ഞപ്പോ ഞാൻ പൊളിയാതെ പിടിച്ചിരുന്നത് അതിന് മാത്രമുള്ള കഴിവും തന്റെ അടുത്ത് എനിക്കുണ്ട്. അതുകൊണ്ടാണ് തോന്നുന്നുവെങ്കിൽ പടച്ച റബ്ബിനെ മറക്കലാണ്. അവനവനെ പറ്റി വലിയ വലിപ്പത്തരം തോന്നുക. ഞാൻ ഇന്ന ആളാ മോനാണ്, ഞാൻ ഇന്ന കുടുംബത്തിൽപ്പെട്ട ആളാണ്, ഞാൻ ഇന്ന യോഗ്യതകളാണ്, ഇന്ന ആളുകളൊക്കെ ബന്ധമുള്ളവനാണ്, ഞങ്ങളൊക്കെ ആരാനിക്കറിയുമോ എന്ന മട്ടിലുള്ള സംസാരങ്ങളൊക്കെ ഈ ഒരു സ്വഭാവത്തിന്റെ ബാഹ്യമായ ലക്ഷണങ്ങളാണ് എന്നാണ്. എല്ലാവരെക്കാളും മേലെ ഞാനാണ് എന്ന തോന്നൽ. എവിടെ കൂടിയാലും നാലാൾ കൂടുന്നിടത്ത് ഞാനാണ് അതെല്ലാം യോഗ്യതയുള്ളവൻ, എന്റെ അഭിപ്രായമാണ് സ്വീകരിക്കപ്പെടാൻ നല്ലത്, എന്നോട് ചോദിക്കാതെ ഒന്നും ചെയ്യാവതല്ല എന്നിട്ട് പല രംഗത്തും പല വിഷയത്തിലും പലപ്പോഴും ആളുകൾ തെറ്റായി പ്രതികരിക്കും. കാരണം എന്താ, ഞാൻ അറിഞ്ഞിട്ടില്ല, എന്നോട് ചോദിച്ചിട്ടില്ല, എന്നോട് പറഞ്ഞിട്ടില്ല എന്ന മട്ടിൽ പ്രതികരിക്കുന്ന ആളുകൾ. അപ്പൊ ഞാൻ എല്ലാത്തിലും വേണ്ടവനാണ്, എല്ലാത്തിലും പോന്നവനാണ് എന്ന് അവനാണ് തോന്നിയാൽ അതൊരു പ്രശ്നമാണ്, അതൊരു രോഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരുമായും കൂടി ആലോചിക്കുന്നതാണ്. മക്കളോട് പോലും, ചെറിയ കുട്ടികളോട് പോലും നബി തങ്ങൾ മുശാവറ ചെയ്യാറുണ്ട്, കൂടിയാലോചിക്കുന്നുണ്ട്. ഭാര്യമാരുമായി നബി തങ്ങൾ കൂടിയാലോചിക്കുന്നുണ്ട്. എന്താ അവളോട് ചോദിക്കാൻ? ആണുങ്ങളെ വിഷയം എന്തിനാ പെണ്ണുങ്ങൾ അറിയണത്? അല്ല, നബി തങ്ങൾ ഭാര്യമാരോട് പോലും കൂടിയാലോചിക്കുന്നുണ്ട്. ഹുദൈബിയ സന്ധിയിൽ നബി തങ്ങൾ നടപ്പാക്കിയ ആ തീരുമാനം ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു അൻഹായുടെ നിർദ്ദേശപ്രകാരമായിരുന്നുവെന്നാണ്. ഭാര്യയാണ് നിർദ്ദേശം നൽകിയ, ഇങ്ങനെ ചെയ്താൽ മതി, അതാ നടപ്പാക്കിയത്, അതാണ് വിജയിച്ചത്. ആ നിലയ്ക്ക് എവിടേക്ക് അഭിപ്രായമുണ്ടോ അതൊക്കെ ആരായാൻ സാധിക്കണം. അതിനൊരൽപ്പം വിനയം, ഒരൽപ്പം താഴ്മ, ലാളിത്യം ആവശ്യമുണ്ട്. അല്ലാതെ എല്ലാം എനിക്ക് തന്നെ അറിയാം, അതൊന്നും ഇപ്പൊ ചോദിക്കേണ്ട കാര്യമില്ല, കൂടിയാലേക്കാണെന്നില്ല, ഞാനെന്ന് പറയും അല്ലെങ്കിൽ നടപ്പായിക്കൊള്ളണം എന്നുള്ളതല്ല. മൂന്നാമത് ലക്ഷണമാണ് തെറ്റ് സംഭവിച്ചാൽ അംഗീകരിക്കാതിരിക്കുക. തെറ്റു സംഭവിച്ചാൽ അംഗീകരിക്കാതിരിക്കുക. തെറ്റുപറ്റി പക്ഷെ സമ്മതിക്കൂല, തെറ്റാണ് എന്ന്. നമ്മുടെ ഭാഗം തെറ്റായിരിക്കും. ഒരു സംസാരമുണ്ടായി, ഒരു പ്രശ്നമുണ്ടായി, കുടുംബത്തിലാവാം, നാട്ടിലാവാം, കമ്മിറ്റിയിലാവാം, എവിടെയുമാകാം, നമ്മുടെ ഭാഗം തെറ്റാണ് എന്ന് ബോധ്യമുണ്ട്. എന്നാലും സമ്മതിക്കാതിരിക്കുക, ന്യായീകരിക്കുക, തെറ്റ് എനിക്കല്ല അവനാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുക. ഈ സ്വഭാവത്തിന്റെ ബാഹ്യമായ ലക്ഷണങ്ങളിൽപ്പെട്ടൊരു കാര്യമാണ്. അതേസമയം തെറ്റുപറ്റിയാൽ തെറ്റാണ് സമ്മതിക്കേണ്ടവനാണ് ശരിയായ വിശ്വാസി എന്നുള്ളത്. മറ്റുള്ളവരെയെല്ലാം അടിച്ചാക്ഷേപിക്കുക, എല്ലാവരെയും താഴ്ത്തിക്കെട്ടുക അഹങ്കാരത്തിന്റെ ലക്ഷണമായി നബി തങ്ങൾ പറഞ്ഞ ഒന്നാണ് കിബർ. കിബറുള്ളവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ എന്താണ് കിബർ എന്ന് സഹാബിമാർ ചോദിക്കുമ്പോൾ നബി തങ്ങൾ കൊടുത്ത മറുപടി കാണാം. കിബർ എന്ന് പറഞ്ഞാൽ ബത്റുൽ ഹഖ് വ ഗംതുൻ നാസ്, ജനങ്ങളെ പുച്ഛിച്ചു തള്ളുക, സത്യത്തെ അവമതിക്കുക, അതാണ് കിബർ എന്നാണ്. എല്ലാവരെയും വില കുറച്ച് കാണിക്കുക. അവരൊന്നും ഒന്നുമല്ല, ഓനൊക്കെ പിന്നെ വലുതായി, അവരൊക്കെ പണ്ട് എന്തായാലും ഓനെ വാപ്പന്റെ വിട്ട് പണിയെടുത്തവരാണ്, ഓനെ പഴയകാലം എനിക്കല്ലേ അറിയുള്ളൂ എന്ന് പറഞ്ഞ് എല്ലാവരെയും അടിച്ചാക്ഷേപിക്കുക, എല്ലാവരെയും താഴ്ത്തിക്കെട്ടുക. ആരും ഒന്നിനും പോന്നവനല്ല എന്ന തോന്നൽ, എല്ലാവരെക്കാളും മീതെ ഞാനാണ് എന്ന തോന്നൽ. അവരാരും ഒന്നും പറയേണ്ടതില്ല, പറയാൻ പറ്റിയവരല്ല, യോഗ്യരല്ല. അവരൊക്കെ എന്താ പൊന്തിയത്, അവർക്കൊക്കെ എന്താ പൈസ ഉണ്ടായത്, ഓരൊക്കെ എന്താ വല്യാളായത്, ഓരോ വാപ്പാൻ എനിക്കറിയാം, വല്ലിപ്പ എനിക്കറിയാം എന്ന് പറഞ്ഞ് മറ്റുള്ള ആളുകളെ മുഴുവൻ പുച്ഛിച്ചു തള്ളുന്ന, ജനങ്ങളെ പുച്ഛിച്ചു തള്ളുന്ന ആ രീതി വിശ്വാസികൾക്ക് യോജിച്ച രീതിയല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ബിലാലുൽ മുഅദ്ദിനുണ്ട്, അടിമയായിരുന്ന കാലഘട്ടത്തിൽ. സൽമാൻ ഫാരിസിയുണ്ട്, ജൂതന്മാരുടെ അടിമയായിരുന്നു. അവിടുന്ന് വന്നിട്ടാണ് ഇസ്ലാം സ്വീകരിച്ച് നബി തങ്ങളും സ്വഹാബത്തും സമാധാനമായി സഹായം ചെയ്തിട്ടാണ് സൽമാൻ ഫാരിസിയെ മോചിപ്പിച്ചു കൊണ്ടുവരുന്നത്. വലിയ ഖുറൈശ് തറവാട്ടിൽ പിറന്ന മനുഷ്യന്മാരുണ്ട്, ഒന്നുമല്ലാത്തവരുണ്ട്. നബി തങ്ങൾ എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് നബി തങ്ങൾ പോയത്.
എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് നബിതങ്ങൾ പോയത്. അല്ലാതെ അവരൊക്കെ അത്ര മതി, അവരൊന്നും അതിനൊക്കെ അതിന് യോഗ്യതയുള്ളൂ എന്നല്ല പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ചിന്തിച്ചത്. അതേപോലെ മറ്റുള്ളവരുടെ നന്മകളെ അംഗീകരിക്കാതിരിക്കുക. മറ്റൊരാൾ എത്ര നല്ലത് ചെയ്താലും അത് അംഗീകരിക്കാൻ മനസ്സമ്മതിക്കുക. അത് നന്നായി എന്ന് പറയാൻ, അത് അംഗീകരിക്കാൻ, അതാണ് ശരിയെന്ന് പറയാൻ ഇവന്റെ അഹങ്കാരം സമ്മതിക്കാതിരിക്കുക. ഇതൊക്കെ ഈ പറയപ്പെട്ട ഇജാബുൻ നഫ്സ്, ഞാനാണ് വലിയവനെന്ന തോന്നൽ, സ്വന്തത്തെ പറ്റിയുള്ള ആ ഒരു തൻപോരിമ അതിന്റെ ബാഹ്യമായ ലക്ഷണങ്ങളാണ്. അതുകൊണ്ട് അത് നമ്മുടെ സ്വർഗത്തിന് തടസ്സമായി നിൽക്കും. നമ്മുടെ സ്വർഗത്തിനത് തടസ്സമായി നിൽക്കും. തിരിച്ചാണ് വേണ്ടത് ഒരു വിനയവും താഴ്മയും ഒക്കെ. താഴാനാണ് നബി ഞങ്ങളെ പഠിപ്പിച്ചത്, താഴാനാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെട്ടത്. നബി ഞങ്ങൾ പറഞ്ഞല്ലോ, അല്ലാഹ് നിങ്ങളോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പരസ്പരം വിനയം കാണിക്കും, താഴ്മ കാണിക്കുമെന്നാണ്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ നാട്ടും പ്രദേശത്തുള്ള ആളുകൾ പോലും മദീന പള്ളിയിൽ വരാറുണ്ട്. സുബഹിസ്കാരം കഴിഞ്ഞ് നബി തങ്ങൾ അവരെ കയ്യും പിടിച്ച് അവരോടൊപ്പം പുറത്തേക്ക് ഇറങ്ങാറുണ്ട്. അവർക്ക് പറയാനുള്ള മുഴുവൻ പടഞ്ഞ് തീരുവോളം നബി തങ്ങൾ അവരെ കൂടെ പുറത്തങ്ങനെ നിന്ന് കയ്യും പിടിച്ച് സംസാരിച്ച് നബിയെയും കൊണ്ട് അവരെങ്ങനെ പോകും എല്ലാം പടഞ്ഞു കഴിഞ്ഞ് അവർ പോകുന്നത് വരെ നബി തങ്ങൾ അവരോടൊപ്പം നിന്ന് കൊടുക്കാറുണ്ട് എന്ന് ഹദീസിൽ കാണാം. ചെറിയ മക്കളോട് പ്രവാചകർ ആ വിനയം കാണിച്ചിട്ടുണ്ട്. നിസ്കാരത്തിന് പോലും പ്രവാചകർ സുജൂദിലേക്ക് പോയപ്പോഴാണ് പേരക്കുട്ടി വന്ന് പുറത്തു കയറുന്നത്. സുജൂദ് കിടക്കുമ്പോഴാണ് പേരക്കുട്ടി വന്ന് പുറത്തു കയറുന്നത്. നബി തങ്ങൾ സുജൂദ് ദീർഘിപ്പിക്കുകയാണ്. സുജൂദ് ദീർഘിപ്പിക്കുന്നു, സുജൂദ് എണീക്കുന്നില്ല, പേരക്കുട്ടി പുറത്തുണ്ട്. ആ കുട്ടി കളിച്ച് സ്വമേധയായി ഇറങ്ങിപ്പോകുന്നത് വരെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സുജൂദ് ദീർഘിപ്പിക്കുകയാണ്. കളി കഴിഞ്ഞ് ഇറങ്ങിപ്പോയപ്പോഴാണ് നബി തങ്ങൾ സുജൂദ് എണീറ്റത്. ഭാര്യമാരോടൊപ്പം പ്രവാചകർ ഓട്ടമത്സരം പോലും നടത്തി. വീട്ടുകാര്യങ്ങളിൽ സഹായിച്ചു. പ്രവാചകർ വീട്ടിൽ സഹായിക്കാറുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ അക്കാര്യം പ്രത്യേകം എടുത്തു പറയുന്നു. വീട്ടുകാര്യങ്ങളിൽ, അടുക്കള കാര്യങ്ങളിൽ നബി തങ്ങൾ സഹായിക്കാറുണ്ട് ഭാര്യമാരെ. ഭാര്യയോടൊപ്പം നബി തങ്ങൾ ഓട്ടമത്സരം നടത്തിയെന്നാണ്. നബി തങ്ങളും ആയിഷ ബീവിയും കൂടെ ഓട്ടമത്സരം നടത്തിയ ഒന്നിലേറെ സംഭവങ്ങൾ ഹദീസിൽ കാണാൻ കഴിയും. എല്ലാവരുമായി ഫഖറാഇന്റെ കൂടെ, മിസ്കീന്മാരുടെ കൂടെ നബി തങ്ങളെ പ്രാർത്ഥന കാണാം. അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന വഅമിത്നി മിസ്കീന വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. അല്ലാഹു, ഒരു മിസ്കീനായി നീ എന്നെ ജീവിപ്പിക്കണമേ, ഒരു മിസ്കീനായി നീ എന്നെ മരിപ്പിക്കണമേ, മിസ്കീന്മാരുടെ കൂട്ടത്തിൽ നീ എന്നെ നാളെ പരലോകത്ത് ഒരുമിച്ച് വിട്ടണേ എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥന നമുക്ക് സ്വഹീഹ് ഹദീസിൽ കാണാൻ സാധിക്കും. ആ വിനയത്തിന്റെ ലക്ഷണങ്ങളാണ്. അല്ലാതെ ഞാൻ നബിയാണ്, ഞാൻ അഷ്റഫുൽ ഖൽഖാണ് എന്ന് പറഞ്ഞ ആ ഒരു മേന്മയല്ല, ആ ഒരു അഹങ്കാരമല്ല പ്രവാചകർ കാണിച്ചത്. മഹത്വങ്ങളുണ്ട്, ശ്രേഷ്ഠതയുണ്ട്, അത് മറ്റുള്ളവർ അംഗീകരിക്കണം. എന്നാൽ നമുക്ക് സ്വയം ഞാൻ വലിയവരാണ് തോന്നിക്കഴിഞ്ഞാൽ അത് രോഗമായിട്ടാണ് അല്ലാഹു റസൂൽ നമ്മെ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് സ്വർഗത്തിന് തടസ്സമായി നിൽക്കും അത്തരം സ്വഭാവങ്ങൾ. കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞ റിയാ അമലുകളെ ബാത്തിലാക്കുമെങ്കിൽ ഇത്തരം പൊങ്ങച്ചങ്ങൾ നമ്മുടെ സ്വർഗത്തെ തന്നെ ഇല്ലാതാക്കുന്ന കാര്യമാണ്. അല്പം താഴോട്ടിറങ്ങാൻ പഠിക്കണം, എല്ലാവരുമായി ഇടപഴകാൻ പഠിക്കണം. അൽ മുഅ്മിൻ യഅലിഫ് വയുലഫ് നബി തങ്ങൾ പറഞ്ഞു, സത്യവിശ്വാസി എല്ലാവരുമായി ഇണങ്ങുന്നവരാണ്, എല്ലാവർക്കും ഇങ്ങോട്ട് ഇണങ്ങാൻ പറ്റുന്നവരുമാണ്. വലാ ഖൈറ ഫീ മൻ ലാ യഅലിഫു വലാ യുലഫു. ഇണങ്ങാൻ പറ്റാത്തവരിൽ യാതൊരു ഖൈറുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എല്ലാവരുമായും ഇണങ്ങിയും കൊണ്ടും കൊടുത്തും ഇടപഴകിയും എല്ലാവരുമായും ബന്ധം സ്ഥാപിച്ചും വേണം മുന്നോട്ട് പോകാൻ എന്നർത്ഥം. അതാണ് ഈമാന്റെ ഭാഗം, അതാണ് വിശ്വാസം. അല്ലാത്തതെല്ലാം ഈമാൻ എതിരാണ്, സ്വർഗത്തിനെതിരാണ്. സ്വർഗം വിനയാൻ ആയത്ത് അവസാനിച്ചങ്ങനെയാണല്ലോ, പര്യവസാനം, അവസാന വിജയം മുത്തഖീങ്ങൾക്കാണ് എന്ന്. മുത്തഖീങ്ങൾക്കാണ് പര്യവസാനം എന്നാണ് ആ ആയത്ത് അവസാനിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മുത്തഖിയാകണമെങ്കിൽ, തഖ്വ പൂർത്തിയാകണമെങ്കിൽ അതിന്റെ ഭാഗം കൂടിയാണ് വിനയാന്യതരായി മാറുക എന്നത്. വിനയവും താഴ്മയും എളിമയും ഒക്കെ അതെല്ലാ രംഗത്തും, അതും ബാഹ്യമായൊരു കാട്ടിക്കൂട്ടതല്ല. അത് സംസാരങ്ങളിൽ, സ്വഭാവങ്ങളിൽ, വേഷവിധാനങ്ങളിൽ, പെരുമാറ്റങ്ങളിൽ എല്ലാത്തിലുമുണ്ട് അതിലൊരു സ്വാധീനം. ഖാറൂൻ അവസാനമായി അല്ലാഹു തആല നശിപ്പിച്ച് അവനും അവന്റെ വീടുമടക്കം ഭൂമിയിലേക്ക് ആഴ്ത്തിയ ആ സംഭവം പറയുമ്പോൾ അല്ലാഹ് പറഞ്ഞ പ്രയോഗം കാണാം, ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർദ്.
അവനെയും അവന്റെ വീടടക്കം ആ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. അവന് അങ്ങനെ ഭൂമിയിലേക്ക് ആഴ്ത്തിയപ്പോൾ അവനും വീടും ഒന്നാകെ ഭൂമിയിലേക്ക് താഴ്ന്നു പോയപ്പോൾ അവനെ സഹായിക്കാൻ അവന്റെ സംഘത്തിന് സാധിച്ചില്ല. അവന് ആൾക്കാരുണ്ട്, അവന് ശിങ്കിടികളുണ്ട്, അവന് വേണ്ടപ്പെട്ട പലരുമുണ്ട്. അവർക്കാർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. സ്വയം സഹായ നടപടികൾ കൈക്കൊള്ളാനും അവനെ കൊണ്ട് കഴിഞ്ഞില്ല. സ്വന്തമായി രക്ഷപ്പെട്ടു പോരാൻ കഴിഞ്ഞില്ല. അവന്റെ എല്ലാ വേണ്ടപ്പെട്ടവരും നോക്കിയിരിക്കാന്നല്ല, നിസ്സഹായരായി നോക്കിയിരിക്കുക എന്നല്ലാതെ ഒന്നും ചെയ്യാൻ ആരെ കൊണ്ടും സാധിക്കാത്ത വിധം അവൻ ദയനീയമായി അവന്റെ വീടടക്കമൊന്നാകെ ഭൂമിയിലേക്ക് താഴ്ന്നുപോയി എന്നാണ് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നത്. അത്ര ഒരു രംഗം വന്നാൽ ആർക്കാ എന്താ ചെയ്യാൻ പറ്റും? റബ്ബിന്റെ അദാബ് വന്നാൽ എന്തു ചെയ്യാൻ പറ്റും? ഈ അദാബ് വേണ്ട, ഒരു പരീക്ഷണം വന്നു, എന്തു ചെയ്യാൻ കഴിയും? രണ്ട് കൈയും കെട്ടി അത് സ്വീകരിക്കുകയല്ലാതെ എന്തു ചെയ്യാൻ കഴിയും? തടയാൻ ആർക്ക് പറ്റും? ആർക്കാ നമ്മൾ രക്ഷപ്പെടുത്താൻ കഴിയുക? വന്നത് സഹിക്കുകയല്ലാതെ, വന്നത് ഏറ്റുവാങ്ങിയല്ലാതെ, പടച്ചറബിന് ഇടപെടൽ എന്താണോ അത് അതേപടി ഏറ്റുവാങ്ങുകയല്ലാതെ മറ്റെന്താ സഹോദരങ്ങളെ നമുക്കവിടെ ചെയ്യാൻ കഴിയുക? അതുകൊണ്ട് അല്പമൊക്കെ വിനയവും താഴ്മയും ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. പടച്ചറബിനെ കുറിച്ചുള്ള ഓർമ്മ ജീവിതത്തിന്റെ ശീലമാക്കി മാറ്റുക. സ്വർഗം കിട്ടണമെന്ന നിർബന്ധ ബുദ്ധി നമുക്കുണ്ടാവുക. ആ സ്വർഗം നഷ്ടപ്പെടാൻ നിമിത്തമായേക്കാവുന്ന എന്തെല്ലാം സ്വഭാവങ്ങളുണ്ടോ അതൊക്കെ ജീവിതത്തിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരന്മാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ എന്നെയും നിങ്ങളെയും ഒക്കെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സൂചിപ്പിച്ച പോലെ വിനയവും താഴ്മയുമാണ് വിശ്വാസിയുടെ മുഖമുദ്ര എന്നത്. ഞാൻ ഒന്നുമല്ല എന്ന ആ ബോധമാണ്, ആ തിരിച്ചറിവാണ് ഒരു വിശ്വാസിക്ക് എപ്പോഴും ഉണ്ടാവേണ്ടത്. എന്തൊക്കെ നേട്ടങ്ങൾ നേടാൻ കഴിഞ്ഞാലും അതൊന്നും നമ്മുടെ ഒരു കഴിവ് കൊണ്ടല്ല. എത്ര വലിയ സമ്പാദ്യമുണ്ടാവട്ടെ, എത്ര വലിയ സ്ഥാനമാനങ്ങൾ നമ്മെ തേടി വന്നാലും ശരി, അതൊന്നും നമ്മുടെ കഴിവ് കൊണ്ടല്ല. പടച്ചറബിന്റെ ഒരു ഔദാര്യം അല്ലെങ്കിൽ പടച്ചറബിന്റെ ഒരു പരീക്ഷണം എന്ന നിലക്കാണ് നാം അതിനെ കാണേണ്ടത്. വിശുദ്ധ ഖുർആൻ അതെടുത്തു പറഞ്ഞൊരു വലിയ സംഭവമാണ് സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സംഭവം. അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് 1500 കിലോമീറ്റർ അപ്പുറത്തുള്ള സബ എന്ന രാജ്യം, ആ സബയിലുള്ള ഒരു രാജ്ഞിയുടെ സിംഹാസനം ഞൊടിയിട കൊണ്ട് അദ്ദേഹത്തിന് മുമ്പിൽ എത്തിയ സംഭവത്തെ അല്ലാഹു തആല എടുത്തു പറയുന്നത് സൂറത്തുൻ നംലിൽ. ആ രാജ്ഞിയും പരിവാരങ്ങളും ഇസ്ലാം സ്വീകരിച്ച് മുസ്ലിമായി വരാൻ തയ്യാറായി എന്ന വിവരം ഹുദ്ഹുദ് എന്ന പക്ഷി വഴി ലഭിക്കുകയും അങ്ങനെ അദ്ദേഹം തന്റെ സദസ്യരോട് ചോദിക്കുന്നുണ്ട്, അയ്യുക്കും യഅ്തീനി ബിഅർശിഹാ ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ. അവർ മുസ്ലിമീങ്ങളായി ഇവിടെ വരുന്നതിന് മുമ്പ് അവരുടെ ആ സിംഹാസനം ആരാണ് ഇവിടെ എത്തിച്ചു തരിക എന്ന് സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയും അങ്ങനെ വ്യത്യസ്തമായ മറുപടികൾ ലഭിക്കുകയും അവസാനം അദ്ദേഹത്തിന്റെ മുമ്പിൽ ആ സിംഹാസനം പ്രത്യക്ഷപ്പെടുകയും ചെയ്തത് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നു. അങ്ങനെ ആ സിംഹാസനം എത്തിയപ്പോൾ 1500 കിലോമീറ്റർ അപ്പുറത്തുള്ള മുത്തും പവിഴവും സ്വർണവും എല്ലാം കൂടെ അലങ്കരിച്ച വലിയ വിലപിടിപ്പുള്ള അമൂല്യമായ ആ സിംഹാസനം അദ്ദേഹത്തിന്റെ മുമ്പിൽ എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട്, ഹാദാ മിൻ ഫദ്ലി റബ്ബി
ലിയബ്ലുവനി അഅശ്കുറു അം അക്ഫുർ എന്നാണ്. ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കുവാൻ വേണ്ടി, അഅശ്കുറു അം അക്ഫുർ, ഞാൻ നന്ദി കാണിക്കുമോ അതല്ല നന്ദികേട് കാണിക്കുമോ എന്ന് പരീക്ഷിക്കുവാനായി റബ്ബിനിക്ക് തന്ന ഒരു ഔദാര്യമാണ്, ഫദ്ലാണ് ഇത് എന്ന്. അല്ലാതെ കണ്ടോ ഇതാണ് എന്റെ കഴിവ്, ഞാൻ ആരാന്നാ വിചാരിച്ചത് എന്നല്ല, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യം, ഫദ്ലാണ്. പലപ്പോഴും നമ്മളെ വണ്ടിയിലും വീട്ടിലൊക്കെ എഴുതി സ്റ്റിക്കർ വെക്കലുണ്ട്, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഫദ്ലാണ്. അർത്ഥം ആലോചിക്കുന്നില്ല, അതിന്റെ ബാക്കി ഭാഗം ആലോചിക്കുന്നില്ല. ഇത് റബ്ബിന്റെ ഫദ്ലാണ്. എന്തിന്? ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കുവാൻ. നമുക്ക് എന്തുണ്ടെങ്കിലും റബ്ബ് നമുക്ക് തന്ന ഫദ്ലാണ്. നമ്മുടെ ശരീരം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ സൗകര്യങ്ങൾ, നമ്മുടെ മക്കൾ, നമ്മുടെ വീട്, എല്ലാം റബ്ബിന്റെ ഔദാര്യമാണ്. അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് നൽകുന്നു, അല്ലാഹു ഉദ്ദേശിക്കുന്നത് അല്ലാഹു തആല അത് പിൻവലിക്കുന്നു. അത്രയേ ഉള്ളൂ. ഏതുള്ളവനും ഇല്ലാതാകും, ഏതില്ലാത്തവനും ഉണ്ടാകും. എല്ലാമാണെന്ന് വിചാരിച്ചവൻ ഒന്നുമല്ലാന്ന് ബോധ്യപ്പെടുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും. ഒന്നുമല്ലാതെ കഴിഞ്ഞവർ പിന്നീട് എല്ലാമായി മാറുന്ന സാഹചര്യവും ഉണ്ടാകും. തൂത്തിൽ മുൽക്ക് മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ എന്നാണ്. അല്ലാഹുവേ, നീ മാലിക്കുൽ മുൽക്കാണ്, രാജാതിരാജനാണ് അല്ലാഹ്. മുൽക്കിന്റെ മാലിക് അല്ലാഹയാണ്. ഇവിടെ ബാക്കിയെല്ലാം മാലിക്യങ്ങളാണ്, ഉടമക്കാർ, ഉടമസ്ഥന്മാർ. അറബിയിൽ മാലിക് എന്ന് പറയും. അല്ലാഹു തആല വെറും മാലിക്കല്ല, അല്ലാഹു മാലിക്കുൽ മുൽക്കാണ്. ഉടമാവകാശത്തിന്റെ ഉടമ അല്ലാഹു തആലയാണ്. ആർക്കെല്ലാം മുൽക്ക് നൽകണം, ആർക്കെല്ലാം ആധിപത്യം നൽകണം, പടച്ച റബ്ബാണ് തീരുമാനിക്കുന്നത്. ആരിൽ നിന്ന് ആധിപത്യം എടുത്തൊഴിവാക്കണം, റബ്ബാണ് തീരുമാനിക്കുന്നത്. തൂത്തിൽ മുൽക്ക് മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അധികാരം നൽകുന്നു. വതൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്ന നീ അധികാരത്തെ എടുത്തു കളയുകയും ചെയ്യുന്നു. അത് റബ്ബിന്റെ ഇഷ്ടമാണ്. അവനാണ് നൽകുന്നവൻ, അവനാണ് തടഞ്ഞു വെക്കുന്നവൻ. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. അല്ലാഹു നീ നൽകിയാൽ തടയുന്നവനില്ല, നീ തടഞ്ഞാൽ നൽകുന്നവരുമില്ല എന്നാണ്. പടച്ച റബ്ബാണ് നൽകുന്നവൻ, റബ്ബാണ് നൽകാതിരിക്കുന്നവൻ. റബ്ബ് നൽകാത്തതിനെ എടുത്തു കൊടുക്കാൻ കഴിയുന്ന ആരുമില്ല, റബ്ബ് നൽകിയതിനെ തടയാൻ കഴിയുന്ന ആരുമില്ല. ഉണ്ടെന്ന് കേവലമായ വ്യാമോഹം മാത്രമാണ്. റബ്ബ് എന്ത് നൽകിയാലും അത് ഏറ്റുവാങ്ങിയല്ലാതെ വേറെ വഴിയൊന്നുമില്ല. റബ്ബ് എന്ത് തന്നില്ല എങ്കിലും റബ്ബിന്റെ ഇഷ്ടത്തിനനുസരിച്ച് വിധേയമാവുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അല്ലാഹുവാണ് നൽകുന്നവൻ, അവനാണ് തടഞ്ഞു വെക്കുന്നവൻ. അതുകൊണ്ട് അല്ലാഹുവേ, നീ നൽകിയാൽ തടയുന്നവനില്ല, നീ തടഞ്ഞാൽ നൽകുന്നവനില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ തിരിച്ചറിവാണ് ഏറ്റവും പ്രധാനം. ഞാൻ ഒന്നുമല്ല എന്ന ആ ഒരു ബോധം, ഞാൻ ഒന്നുമല്ല, എനിക്കൊന്നുമില്ല, എല്ലാം എന്റെ റബ്ബിന്റെ ഔദാര്യമാണ് എന്ന ആ തിരിച്ചറിവാണ് അവിടെ എല്ലാം വേണ്ടത്. എത്ര നബിതങ്ങൾ പറഞ്ഞത്, ഒരു വീട്ടിൽ ചെന്ന് സമ്മതം വാങ്ങുമ്പോൾ പോലും ഞാൻ എന്ന വാക്ക് പറയാൻ പാടില്ല. നബിതങ്ങൾക്ക് സ്വഹാബി വന്നു, സമ്മതം ചോദിച്ചു വീട്ടിലേക്ക്. നബിതങ്ങൾ ചോദിച്ചു, ആരാണ്? പുറത്തുനിന്ന് പറഞ്ഞു, ഞാനാകും. ഞാനോ? ഏത് ഞാൻ? നബി ഞങ്ങൾ പറഞ്ഞു, ഞാൻ എന്നല്ല പറയേണ്ടത്, സ്വയം പരിചയപ്പെടുത്തുക. നമ്മുടെ ഒരു വീട്ടിൽ നിന്ന് വെല്ലടിച്ചിട്ട് ആരേക്കും? ഞാനാണ്. ഫോൺ ചെയ്യുമ്പോൾ ആരാ? ഞാനാണ്. അല്ല, അതുപോലും ഇതിന് ചെറിയ രൂപമാണ് അർത്ഥം. പക്ഷെ അഹങ്കാരം കൊണ്ടാവൂല. എന്നാലും അവിടെ പോലും ഞാൻ പറഞ്ഞ അറിഞ്ഞോളണം. ഇതിനപ്പ പേര് പറയണം, എന്റെ സൗണ്ട് കേട്ടാറിയില്ലേ, എന്നെ വിളിച്ചാറിയില്ലേ, അതൊന്നുമല്ല. അങ്ങനെ തോന്നലിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. അത്രത്തോളം ശ്രദ്ധ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അനിവാര്യമാണ് എന്നാണ് ഈ പാഠങ്ങൾ നമുക്ക് നൽകുന്നത്. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് വിനയാന്വിതരായി താഴ്മയുള്ളവരായി മാറാനാണ് നാം പരിശ്രമിക്കേണ്ടത്. വിശ്വാസികളുടെ ഏറ്റവും വലിയ സ്വഭാവ ഗുണമായി എണ്ണി പറഞ്ഞതും ആ താഴ്മയും വിനയവും തന്നെയാണ്. ആ നിലക്കുള്ള വിനയാന്വിതരായി മാറാൻ, സ്വർഗാവകാശികളായി മാറാൻ നമ്മളൊക്കെ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت
السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.